എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ നാഷണൽ ഡിഫൻസ് അക്കാഡമി, NDA, അതുപോലെ NA നേവൽ അക്കാഡമി, ഇവിടേക്കുള്ള എക്സാമിന്റെ ഈ വർഷത്തെ സെക്കൻഡ് എക്സാം 2026 സെക്കൻഡ് എക്സാമിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ അതിന് അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും ഇതിനുള്ളിലുണ്ട്. വളരെ ഒത്തിരി പേർക്ക് ഇതിൽ ഇഷ്ടമായിട്ട് എഴുതുന്നവരുണ്ട്, പിന്നെ വീട്ടുകാരുടെ ആ ഫോഴ്സിലും അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെയാണ്. എന്തായാലും നമുക്ക് പഴയതിനേക്കാളും കേരളത്തിലെ കുട്ടികൾ ഇതിനോടൊക്കെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. പഴയ കാലത്ത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവര് ഈ എക്സാം ഉണ്ടോ എന്ന് പോലും പലരും അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇച്ചിരിയൊക്കെ സോഷ്യൽ മീഡിയ കൂടുതലായതിന്റെ പേരിൽ കുറെ കൂടെയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞ് ഇപ്പൊ ഇതിനോടൊക്കെ എഴുതണമെന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് കൂടുതലും നോർത്ത് സൈഡിലുള്ളവരാണ് ഇത് ഫുൾ അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, കേരളത്തിൽ നിന്നുള്ളവർക്കും എഴുതാൻ പറ്റും. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഇതിപ്പോ പങ്കെടുക്കാം. അവർക്കും കുറെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഇതിനുള്ളവരുണ്ട്. നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, നമ്മുടെ എക്സാം നെയിം NDA NA നാഷണൽ ഡിഫൻസ് അക്കാഡമി, നേവൽ അക്കാഡമി. ഓർഗനൈസേഷൻ നെയിം UPSC ആണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ PSC പോലെയൊക്കെ ഇത് നമ്മുടെ ഓൾ ഇന്ത്യ ഫുൾ നടത്തുന്ന ഓർഗനൈസേഷന്റെ പേരാണ്. നമ്മുടെ NDA കൂടെ ടോട്ടൽ വരുന്നത് 394 ആണ് കേട്ടോ, ടോട്ടൽ വേക്കൻസി. അതിനകത്ത് ആർമിയാണ് ഏറ്റവും കൂടുതൽ, 208 കുട്ടികൾക്കാണ് ആർമിയിൽ കൂടെ നമുക്ക് ആർമിയിലോട്ട് ജോയിൻ ചെയ്യാൻ. നെക്സ്റ്റ് നേവിക്ക് 42 ഉണ്ട്, എയർഫോഴ്സ് 120, അതിനകത്ത് ഫ്ലൈയിങ്ങിനാണ് ഏറ്റവും കൂടുതൽ വരുന്നത് കേട്ടോ, 120. നെക്സ്റ്റ് നമുക്ക് നേവൽ അക്കാഡമി പഠിക്കാൻ നോക്കിയ 24 വേക്കൻസികളുണ്ട് കേട്ടോ. അത്രയാണ് നമുക്ക് എക്സാമിന് വേണ്ടിയുള്ള വേക്കൻസീസ്. ഈ എക്സാം നടത്തുന്ന ഇതിനൊക്കെ ഉള്ളതാണെന്നാണ്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് 9 ജൂൺ 2026. നെക്സ്റ്റ് എക്സാം ഡേറ്റ് വരുന്നത് 13 സെപ്റ്റംബർ 2026. അപ്പൊ നമുക്ക് സമയമുണ്ട്. ജൂൺ തൊട്ടങ്ങോട്ട് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഏകദേശം 3 മാസം അടിപൊളിയായിട്ട് പഠിക്കാൻ കേട്ടോ. ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത്, എക്സാമിന്റെ കാറ്റഗറി എങ്ങനെയാണ്, സിലബസ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമ്മുടെ അടുത്ത വീഡിയോയിലൊക്കെ വരും. എല്ലാവരും മാക്സിമം നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് മാക്സിമം നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇതൊന്ന് കണ്ടാൽ അത്യാവശ്യമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പിടികിട്ടും. നെക്സ്റ്റ് ആർമി നമുക്ക് എഴുതുന്നതിനുള്ള ക്വാളിഫിക്കേഷൻ +2 പാസ്ഡ് ആയിരിക്കണം. എന്നല്ലെങ്കിൽ എഴുതുന്ന ആളാണെങ്കിൽ ഇപ്പൊ എഴുതുന്ന ആൾക്കും പറ്റും. പ്രത്യേകത അതിനകത്ത് നമുക്ക് മാത്സോ ഫിസിക്സോ അങ്ങനെ കമ്പൽസറി ഇല്ല. പക്ഷെ എയർഫോഴ്സിനും നേവിക്കകത്താണെങ്കിൽ +2 പാസ്ഡ്, അതുപോലെ അപ്പിയറിംഗ് ആണെങ്കിലും കുഴപ്പമില്ല, വിത്ത് മാത്സും ഫിസിക്സും അതിനകത്ത് പഠിച്ചിരിക്കണം. എയർഫോഴ്സിന് നേവിക്ക്, ആർമിക്ക് അത്ര അത് കമ്പൽസറി അല്ല. കാരണം പലരും ഇപ്പൊ നമുക്ക് +2 പഠിക്കുമ്പോൾ എല്ലാവരും സയൻസ് പഠിക്കാനൊന്നും പറ്റത്തില്ലല്ലോ, അവർക്ക് എഴുതണ്ടേ. അപ്പൊ അവർക്ക് ആർമിയാണ് പറ്റുന്നത്. നെക്സ്റ്റ് ഇത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. ജനിച്ചത് അത് വലിയൊരു കാര്യമാണ്. ബോൺ 1 ജാനുവരി 2008 1 ജാനുവരി 2011 ഇതിനിടയ്ക്ക് ആയിരിക്കണം ജനിച്ചത്. ഈ 2 ഡേറ്റ് ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് ഫീസ് വരുന്നത് 100 രൂപയാണ്. അത് ജനറൽ കാറ്റഗറിക്കും OBCക്കും. SC SCക്കും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഫീസ് ഇല്ല. ഓൺലൈൻ ത്രൂ ആണ് നമ്മുടെ ഫീസ്. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒരു അക്ഷയ ചെന്നിട്ട് അവരുടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്ത് തരും. UPSC ഒരു 1 ടൈം രജിസ്ട്രേഷൻ ഒക്കെ ഉണ്ട് പറ്റിയ. അതൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നേരെ ലോഗിൻ ചെയ്ത് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ ഒന്ന് രജിസ്ട്രേഷൻ ഒന്ന് ആദ്യം നടക്കുന്ന ചെറിയ ഒരു 5 മിനിറ്റത്തെ പണിയേ ഉള്ളൂ. അതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരും. വലിയ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട കേട്ടോ. നമ്മുടെ ആധാർ കാർഡും കാര്യങ്ങളൊക്കെ ചെന്നാൽ മതി. സൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫോട്ടോ നമ്മൾ എടുക്കുന്നത് ആ ടൈമിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അവിടെ ചെന്ന് നല്ല വൃത്തിയായിട്ട് അതൊക്കെ ആയിരിക്കും ചെയ്യുന്നത് നല്ലത്. 9-ാം തീയതി വരെ ഉണ്ട്. ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് നമ്മളൊന്ന് ചോദിക്കാം. ആ സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നെങ്കിൽ നമ്മളത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഏകദേശ കാര്യങ്ങൾ ഇപ്പോഴത്തേക്കുള്ളതായി. ഇനി നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളും സിലബസും എക്സാമിന്റെ മാർക്സുകൾ, എത്ര ക്വസ്റ്റ്യൻസുകളാണ് ഒരു സബ്ജക്റ്റിൽ നിന്ന് ചോദിക്കുന്നത്, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് വേണം ഇറങ്ങി തിരിക്കാൻ. അല്ലാതെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചാൽ പലതും ഫെയിൽ ആയിപ്പോ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളോടും ഒന്ന് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഇവനെ നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.